അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ജോലി ലഭിക്കുമോ? PSC റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSC റാങ്ക് ലിസ്റ്റിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ അധികം കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ് അല്ലേ. അതായത് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച് അത്രയധികം പ്രിപ്പയർ ചെയ്ത് നല്ല മത്സരങ്ങളുള്ള ഒരു പരീക്ഷയാണ് PSC പരീക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ മത്സരങ്ങൾ നേരിട്ട് ആ മത്സരങ്ങളോട് പൊരുതി വിജയം നേടിയാണ് നമ്മൾ PSCയുടെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെ PSCയുടെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ വെറുതെ ലിസ്റ്റിൽ വന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അങ്ങനെ ഈ ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഈ ലിസ്റ്റിൽ ഉണ്ടാകുന്ന എല്ലാവർക്കും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽ എത്തുമ്പോൾ തന്നെ ഓരോ ഇപ്പോൾ ധാരാളം ലിസ്റ്റുകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ LDC, LGS അങ്ങനെയുള്ള LP, UP എല്ലാ ലിസ്റ്റുകളൊക്കെ ധാരാളം ലിസ്റ്റുകൾ വരുന്നുണ്ട്. പുതിയ പുതിയ ലിസ്റ്റുകളൊക്കെ PSC ഇങ്ങനെ ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഇനി ധാരാളം ലിസ്റ്റുകൾ വരാനുമുണ്ട്. അപ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിയുമ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് സ്റ്റേറ്റ് വൈഡ് ആണെങ്കിലും ഡിസ്ട്രിക്ട് വൈസ് ആണെങ്കിലും ഓരോ ലിസ്റ്റിലും വരുന്ന ഇപ്പൊ ജില്ലാ അടിസ്ഥാനത്തിലാണെങ്കിൽ ഓരോ ടെലിഗ്രാം ഗ്രൂപ്പോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളോ പ്രത്യേകം ആയിട്ട് രൂപീകരിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് കൂടുതൽ നിയമനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. ലിസ്റ്റിലുള്ള എല്ലാവർക്കും നിയമനങ്ങൾ കിട്ടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കൂട്ടായ ഒരു പ്രവർത്തനം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ആയിട്ട് ഉള്ള ഗ്രൂപ്പുകളിൽ നിങ്ങൾ ആദ്യം തന്നെ ജോയിൻ ചെയ്യുന്നത് വളരെയധികം പ്രയോജനപ്രദമാകും. അതിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ആവാം, ടെലിഗ്രാം ഗ്രൂപ്പ് ആവാം, ഏത് ഗ്രൂപ്പ് ആണെങ്കിലും കുഴപ്പമില്ല. അത് ജില്ലാ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾ രൂപീകരിക്കാം. ഇപ്പോൾ വേരിയസിന്റെ ആണെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കാം, സ്റ്റേറ്റ് വൈഡ് ആണ് സ്റ്റേറ്റ് വൈഡ് ഗ്രൂപ്പ് രൂപീകരിക്കാം, അല്ലെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾ രൂപീകരിക്കാം. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയാൽ നമുക്ക് ഒരു പരിധിവരെ നിയമനങ്ങൾ കൂട്ടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് RTI. ഇപ്പം നമ്മളിപ്പോൾ ഒരേ ജില്ലയിൽ വർക്ക് ചെയ്യുന്ന ഒരേ ജില്ലയിലെ ലിസ്റ്റിൽ വരുന്ന ആൾക്കാർ ആണെങ്കിൽ നമുക്ക് കൂട്ടായ പ്രവർത്തനം സാധിക്കും. പക്ഷേ മറ്റു ജില്ലകളിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ ജില്ലയിൽ വർക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുന്നത്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് RTI വഴി നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ച് അത് കൃത്യമായിട്ട് ബോധ്യപ്പെടാൻ സാധിക്കും. അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അതിനുള്ള പിഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാൻ RTI വഴി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സാധിക്കും. അപ്പോൾ മറ്റ് ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫീൽഡ് പ്രവർത്തനം അവരുടെ ഒപ്പമുള്ള ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാധ്യമല്ല, അല്ലെ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ സാധ്യമല്ലാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് RTI വഴി കൃത്യമായിട്ട് വിവരങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള വിവരങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഉണ്ടാക്കാനും അതനുസരിച്ചുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ RTI വഴിയും നമുക്ക് ഈ കാര്യങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഫീൽഡ് വർക്ക്. ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഡിപ്പാർട്ട്മെന്റുകളിൽ ചെന്ന് ഓരോ ഉദ്യോഗാർത്ഥികളും നമ്മൾ ഡിപ്പാർട്ട്മെന്റുകളിൽ ചെന്ന് ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യിക്കണം. അത് ഉദ്യോഗാർത്ഥികളുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും ഞാൻ അതിനുവേണ്ടിയാണ് ആദ്യം തന്നെ പറഞ്ഞു വന്നത് നമുക്കൊരു
ഗ്രൂപ്പ് ഉണ്ടാക്കണം. ആ ഗ്രൂപ്പിലൂടെയുള്ള പ്രവർത്തനങ്ങൾ, ആ ഗ്രൂപ്പിലൂടെ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് ഗ്രൂപ്പിൽ നേരിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തവർക്ക് RTA വഴി പ്രവർത്തനങ്ങൾ നടത്താം. അതുകൂടാതെ ഫീൽഡ് വർക്കിന് വേണ്ടിയിട്ട് അതാത് ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികൾ, ഗ്രൂപ്പിൽ നിന്നും തെരഞ്ഞെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് ആ ഫീൽഡ് വർക്ക് നടത്താൻ സാധിക്കും. ഫീൽഡ് വർക്കിലൂടെ നമുക്കിപ്പോൾ പ്രൊമോഷന്, ട്രാൻസ്ഫർ, അങ്ങനെയുള്ള അതുപോലെ തന്നെ റിട്ടയർമെന്റ് വഴിയൊക്കെ ഒഴിവുകൾ ഡിപ്പാർട്ട്മെന്റുകളിൽ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെ വരുന്ന ഒഴിവുകൾ കൃത്യമായിട്ട് കണ്ടെത്തി ആ ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ അത് നിയമനമാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ നിയമനങ്ങൾ നടത്താൻ സാധിക്കും. ഇപ്പോൾ പൊതുവെ PSC ലിസ്റ്റുകളെല്ലാം തന്നെ ചെറിയ ലിസ്റ്റുകളാണ് വരുന്നത്. ഇപ്പൊ തന്നെ എല്ലാ ലിസ്റ്റുകളും LDC LGS ആണെങ്കിൽ പോലും എല്ലാ ലിസ്റ്റുകളും നിങ്ങൾക്ക് മനസ്സിലാകും. LP UP ആണ് എല്ലാ ലിസ്റ്റുകളും. PSC ലിസ്റ്റുകൾ പൊതുവെ ചുരുങ്ങുന്ന ലിസ്റ്റുകളാണ് കാണുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ലിസ്റ്റുകൾ പുറത്തിറക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി വരുമ്പോൾ ലിസ്റ്റുകൾ ചെറുതാവുന്നു, കട്ട് ഓഫ് മാർക്കുകൾ കൂടുന്നു, അങ്ങനെയുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ ലിസ്റ്റ് ആകുമ്പോൾ ആ ലിസ്റ്റിലുള്ള എല്ലാവർക്കും നിയമനങ്ങൾ കിട്ടാനുള്ള സാധ്യത നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കും. അപ്പോൾ ഫീൽഡ് വർക്ക് വഴി നമുക്ക് ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെ വരുന്ന ഒഴിവുകളാണെങ്കിലും അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യിക്കണം. അതുപോലെ തന്നെ റിട്ടയർമെന്റ് സമയങ്ങൾ എപ്പോഴൊക്കെയാണ് റിട്ടയർമെന്റുകൾ, അതുപോലെ തന്നെ പ്രൊമോഷൻ ആർക്കൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ പല തവണ ഡിപ്പാർട്ട്മെന്റിൽ കയറുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. അങ്ങനെ ആ സമയങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെന്ന് ആ ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡിലീഷൻ, NJD, നോട്ട് ജോയിനിങ് ഡ്യൂട്ടി, ഡിലീഷൻ എന്നിവ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിയമനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഡിലീഷൻ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളെ പ്രത്യേകമായിട്ട് അവരെ സമീപിച്ച് അവരെ കൊണ്ട് ഡിലീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പല ഉദ്യോഗാർത്ഥികളും പല പല ലിസ്റ്റുകളിലുള്ളവരായിരിക്കും. അവർക്ക് ചിലപ്പോൾ പ്രസ്തുത ജോലി ആവശ്യമില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഡിലീഷൻ കൊടുക്കാനും NJD ഉള്ള ഉദ്യോഗാർത്ഥികളുണ്ട് അവരെ കണ്ടെത്താനും ഒക്കെ പ്രത്യേകമായിട്ട് നിങ്ങൾ ഈ ഗ്രൂപ്പുകളിലൂടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി കൂടുതൽ നിയമനങ്ങൾ ഉണ്ടാക്കാനും റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി കിട്ടാനുമുള്ള സാഹചര്യം ഉണ്ടാകും. ഈ റാങ്ക് ലിസ്റ്റ് വന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഞാൻ ഈ പറഞ്ഞ 4-5 പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ യാതൊരു പ്രയാസമില്ല. ഇങ്ങനെയൊരു പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.